ഹലോ ഗൈസ്, സ്റ്റാർ മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് പാർട്ട് 1 എന്നത് സോളോ ആൻഡ് ഡ്യുവറ്റ് കൊളാബ്. ഈ മൂന്ന് തമ്മിൽ ചെറിയൊരു പ്രശ്നവും ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ താഴെ ഈ കാണുന്ന ഉണ്ട മൈക്ക് പോലത്തെ ഈ ഒരു മൈക്കിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പാട്ട് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം, സോങ് ബുക്ക്, സ്റ്റുഡിയോ, ലേൺ ടു സിങ്, എങ്ങനെ പാട്ട് പാടി പഠിക്കാം, അങ്ങനെയുള്ള കുറേ സംഭവമുണ്ട്. അവിടെ തന്നെ നമുക്കിവിടെ ആരുടെയെങ്കിലും ഐ ഡി സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഐ ഡിയും സെർച്ച് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മള് ഒരുപാട് റഫ് ചെയ്തിട്ടുള്ള ട്രെൻഡിങ് സോങ്സും നമുക്കായിട്ട് റെഫർ ചെയ്ത സോങ്സും കാണാം. അപ്പോ ഇതില് ഏതെങ്കിലും ഒരു പാട്ടെടുത്തിട്ട് ഞാൻ ആ ഒരു സംഭവം കാണിച്ചു തരാം. എന്താണ് മിസ്റ്റേക്ക് എന്ന്. സോ സിങ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ 3 ഓപ്ഷനാണുള്ളത്. ഒന്ന് നമുക്ക് വീഡിയോ സോങ് ചെയ്യാം. ഓക്കെ. നമുക്ക് വീഡിയോ സോങ് ആയിട്ട് ചെയ്യാം. അത് വേണ്ട, നമുക്ക് ജോയിൻ ചെയ്താൽ മതി, ഓഡിയോ മതിയെങ്കിൽ ഓഡിയോ ചെയ്യാം. ഇത് വീഡിയോ സോങ്ങിനും നമുക്ക് ഓഡിയോ ആയിട്ട് ജോയിൻ ചെയ്യാം. ഇത് പലരും ഇരുട്ടത്ത് മുറി പോയിട്ടും എന്താ പറയുക, ക്യാമറ പൊത്തി പിടിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. നമുക്കിവിടെ മാറ്റിയാൽ മതി ജോയിൻ ചെയ്യുമ്പോൾ. ഇവിടെ 3 സംഭവമുള്ളത്: സോളോ, ഡ്യുവറ്റ്, ഗ്രൂപ്പ്. അപ്പൊ ഈ സോളോ നമ്മൾ പാടിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ സോളോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് പാടണം. ഓക്കെ. ഫോർ എക്സാമ്പിൾ, അപ്പൊ ഈ പാട്ട് ഞാൻ സോളോ പാടി. അതിനടുത്ത് കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഈ സെറ്റിങ്സുള്ള ലേറ്റൻസി, ഡീനോയ്സ്, ഇക്വലൈസർ, നമ്മുടെ റിവർബ്, റൂം സൈസ്, ഇതൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ നമുക്ക് സെറ്റിങ്സിനെ പറ്റിയുള്ള ഐഡിയ കിട്ടും. അത് അറിയാത്തവർ നോക്കുക. അപ്പോൾ ഇതിൽ ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. സെറ്റിങ്സ് എങ്ങനെ റെഡിയാണ്. ഇവിടെ നിങ്ങൾ മറ്റുള്ളവർക്ക് അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒരു മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ, അവർക്ക് പാടുമ്പം അവിടെ നിങ്ങൾ പാടിയ ഒരു പോർഷൻ അത് ബ്ലൂ ആയിട്ട് റെഡ് ആയിട്ടും, നിങ്ങൾ തുടക്കത്തിൽ പാടുന്ന പോർഷന് കണ്ടിന്യൂസ് ആയിട്ടുള്ള റെഡ് പോർഷൻ മാത്രം, അതായത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ അവിടെ മാർക്ക് ചെയ്തിരിക്കണം എങ്ങനെയാണോ അതനുസരിച്ച് ആ പോർഷൻ മാത്രമേ നിങ്ങളെ വോയിസ് കേൾക്കുള്ളൂ. അതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ കൊടുത്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ പാട്ടൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ സോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സംഭവം ചെയ്യാൻ പാടില്ല. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് ജോയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ചെയ്യാതെ, ഇതിപ്പോൾ ഞാൻ റഫായിട്ട് ചെയ്യാണ്. നിങ്ങൾ ഡ്യൂവറ്റ് പോകണം. അപ്പോൾ ഈ ഡ്യൂവറ്റ് പോകുമ്പം വേറെ ആൾ പാടിയ ഡ്യൂവറ്റിന് ജോയിൻ എന്ന ഈ വെളുക്ക ചുവന്ന അക്ഷരത്തിൽ ഇങ്ങനെ കാണാം. അപ്പോൾ ഈ ഒരു ചുവന്ന അക്ഷരത്തിൽ കാണുന്ന ജോയിൻ ആണ് ചെയ്യേണ്ടത്. ഈ ഒരു ജോയിൻ ആണ് നമ്മൾ പാടിയ കൊളാബ് അല്ലെങ്കിൽ ഡ്യൂവറ്റിന് മറ്റുള്ളവർക്കും വരേണ്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വേ. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കാണാം? മറ്റുള്ളവർ പാടിയ ഓപ്ഷൻ കാണാം, നമുക്ക് കാണാം. ഈ ഒരു പാട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ആദ്യത്തെ പോർഷൻ ഞാനാണ് പാടേണ്ടത്. സെക്കൻഡ് പോർഷൻ 7 കടൽ താണ്ടി താൻ, ആ ഒരു പോർഷൻ ആ സിംഗർ ഓൾറെഡി പാടി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇതൊരു സംഭവമാണ്. ഇനി അഗെയിൻ ദ സെയിം സോങ് ഞാൻ ഡ്യുവറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡ്യുവറ്റിൽ വന്നിട്ട് മേലെ ക്രിയേറ്റ് ഡ്യുവറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ക്രിയേറ്റ് ഡ്യുവറ്റ് പോയിട്ട് നിങ്ങൾക്ക് ഏത് പോർഷനാണ്, ബ്ലൂ ലൈൻ ആണെന്ന് വെച്ചാൽ ബ്ലൂ ലൈൻ. പക്ഷേ ബ്ലൂ ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്ലൂ ലൈൻ മാത്രമേ ദയവ് ചെയ്ത് പാടാവൂ. മറ്റേത് പാടരുത്. അത് കോർഡിനേഷൻ പോയി പോകും. രണ്ടാമത്തെ ആൾക്ക് പാടുമ്പോൾ ബുദ്ധിമുട്ട് വരും. അയാള് ഇതായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങോട്ട് പാടും. ഇനിയല്ല, നമുക്ക് ഇത് രണ്ടും പാടണ്ട, നമുക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്തിട്ടാണ് പാടേണ്ടത് വെച്ചാൽ ഓൾറെഡി ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ പാടാൻ പറ്റും. അതിനാണ് കസ്റ്റം ഓപ്ഷൻ. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ മറ്റുള്ള സംശയങ്ങൾ, സെറ്റിങ്സ്, കാര്യങ്ങൾ വീഡിയോ ഉണ്ട്. അപ്പോൾ സ്റ്റാർ മേക്കറിനെ പറ്റി അറിയാത്തതും പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ ആ ഒരു വീഡിയോ കാണാം. യൂട്യൂബിലും സെയിം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണു. താങ്ക് യു. ഇറ്റ്സ് മീ റോബിനോ, മ്യൂസിക് മേറ്റ്സ്.